മാതങ്കി 2024 അത്യുജ്വല പ്രകടനങ്ങൾക്ക് വേദി ഒരുങ്ങിക്കഴിഞ്ഞു. കോളേജ് ആർട്സ് ഡേ കാണുന്നതിന് വേണ്ടി ഞാൻ കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ അവിടെ ഇരുന്നു, ശ്രീ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ഈ ഓണത്തിനിടയ്ക്ക് പൊട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ എന്തോ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം റഫായിട്ട് ഞാനൊരു എക്സ്റ്റംബറിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കോളേജിലെ ഇനാഗുറൽ സെക്ഷൻസ് തുടങ്ങി. ഞങ്ങളുടെ പ്രിൻസിപ്പൽ, പിന്നെ ഡയറക്ടേഴ്സായിട്ടുള്ള കസ്തൂരി മാം, കാവേരി മാം, ഭദ്രദീപം പോലത്തെ പ്രോഗ്രാമിന് ഉദ്ഘാടനം കുറിച്ചു. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് അതിനെ വരവേൽക്കുകയായിരുന്നു. വളരെ നന്നായിരുന്നു. നല്ലൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡിവോഷണലായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഒരു ട്യൂണും കൂടെ ഇട്ടു. അതിനുശേഷം പ്രിൻസിപ്പൽ രണ്ട് വാക്ക് സംസാരിച്ചു. കസ്തൂരി മാമും കാവേരി മാമും 2 വാക്ക് സംസാരിച്ചു. അങ്ങനെ പ്രോഗ്രാംസിന് തുടക്കം കുറിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ എക്സ്റ്റംബർ ഉണ്ടായിരുന്നു. നല്ലൊരു വിഷയമായിരുന്നു. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് എന്തൊക്കെയോ കയറി വരുന്നുണ്ട്. എന്ത് പറയണം എന്നതിന് കൺഫ്യൂഷനായിരുന്നു. കാരണം സ്പോട്ടിലാണ് നമുക്ക് ടോപ്പിക്ക് കിട്ടുന്നത്. ജസ്റ്റ് 1 മിനിറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പറയാനായിട്ട്. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് കണ്ടസ്റ്റൻ്റ് എന്താ പറയുന്നതെന്ന് പോലും നമുക്കറിയില്ല. ടോപ്പിക്ക് തന്നിട്ട് എല്ലാവരെയും പുറത്താക്കുന്നു. എന്നിട്ട് ചെസ് നമ്പർ അനുസരിച്ച് ഓരോരുത്തരെയും കഴിക്കുന്നു. അയാൾ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. അതല്ലാതെ നമ്മൾ മറ്റ് കണ്ടസ്റ്റൻസുമായിട്ട് അതൊരു കമ്മ്യൂണിക്കേഷൻ പോലുമില്ല. നമ്മളും ജഡ്ജസും മാത്രമേ ഉള്ളൂ. പിന്നെ വാല്യുവേഷൻ നടത്തുന്നു. ഫൈനൽ റിസൾട്ട്സ് എപ്പോഴും ജഡ്ജസിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ എന്തോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അയ്യോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ ഒരു തോന്നൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഡിറ്റോറിയത്തിലിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് എടുത്തുകൊണ്ട് ഒരാളുടെ അടുത്ത വീഡിയോയിൽ അതല്ല ആൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ശ്രീലക്ഷ്മി ദേവിയാണ് ഓൾ. അതുകൊണ്ട് ശ്രീയും ഞാൻ എന്ന ടൈറ്റിൽ ഇട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പൂജ സിംഗിൻ്റെ സോളോ സോങ് പെർഫോമൻസ് നടന്നത്. നല്ലതായിരുന്നു. ആൻഡ് പൂജയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ്. ഗുഡ് പെർഫോമൻസ്. പുലർക്കാല സിനിമ സ്വപ്നത്തിൽ ഞാനാണ് ആ സോങ്ങായിരുന്നു. വളരെ മനോഹരമായ സോങ്ങായിരുന്നു ആൾ പാടിയത്. അതിനുശേഷം പുറത്തിറങ്ങി നിൽക്കുക എന്താണെന്നല്ലേ സ്പോട്ട് ആക്ടിങ്. അതിന് വേണ്ടിയിട്ട് ശ്രീയും അഞ്ചും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രീ കയറിയിരിക്കുകയാണ് ഫസ്റ്റ് പെർഫോമൻസിന് വേണ്ടിയിട്ട്. നിൽക്കുന്നുണ്ടോ? തൻ്റെ കല്യാണ ദിവസം എന്നതായിരുന്നു, കല്യാണ ദിവസം രാവിലെ എന്നതായിരുന്നു ശ്രീക്ക് കിട്ടിയ ടോപ്പിക്ക്. വളരെ തകർത്തങ്ങ് അഭിനയിക്കുക. എന്തുവാ ശരിക്കും ഒറിജിനാലിറ്റിക്ക് ഇനി സ്ത്രീയെ കണ്ട് പഠിക്കണം എല്ലാവരും. അയ്യോ ചിരിച്ച് ഒരുപാട് വന്നു. പിന്നെ ജഡ്ജിങ് പാനൽ രഞ്ജിത്ത് സാറായിരുന്നു. സാറ് നല്ല എല്ലാം നോക്കി കണ്ടിട്ട് സാറ് മാർക്കിട്ടുള്ളൂ. സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗുഡ് അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. പിന്നെ ശ്രീലക്ഷ്മി അതിങ്ങനെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മയക്കെന്ന് ഇടയ്ക്ക് വെച്ച് തറയിൽ വീണു. അതൊന്നും വകവയ്ക്കാതെ അവനെ മാത്രം ലക്ഷ്യം മുന്നിൽ കണ്ട് അഭിനയിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. അങ്ങനെ അവൾ മാത്രമല്ല ഞങ്ങളുടെ ഒരുപാട് സ്റ്റുഡൻസ് അതിനകത്ത് പങ്കെടുത്തെങ്കിലും പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നുണ്ടായിരുന്നത് ആദിത്യ പ്രസാദ് എൽ. ഓക്കെ. അതിനുശേഷം ഞങ്ങളുടെ ഒരു സീനിയർ ഗോകുൽ, അത് നല്ലതായിരുന്നു. ആ സബ്ജക്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് ലാസ്റ്റ് ഡേ ഓഫ് കോളേജ് അതായിരുന്നു. അതിനുശേഷം അഞ്ജുബി വന്നു. അഞ്ജുബിക്കും ഐ ആം നോട്ട് ഫ്രീ അങ്ങനെ ഒരു ടോപ്പിക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും വളരെ നല്ല രീതിക്ക് അഞ്ജു പെർഫോം ചെയ്തു. പിന്നെ ആർച്ചിയുടെ പെർഫോമൻസ് എന്താണെന്ന് എടുക്കാൻ പറ്റില്ല. അതിനുശേഷം മിസ്റ്റർ എസ് പി വെച്ചാൽ സ്വയം പൊങ്ങി സംസാരിക്കുക, അതും അഞ്ജുവിൻ്റെ പെർഫോമൻസ് ആ വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് അതിലേക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ മൃണാലിനി ആൻഡ് സമ്ര ഡ്യുവറ്റ് പെർഫോമൻസ് ആൻഡ് ദേ ഗോട്ട് എ പ്രൈസ്. ഏതാണെന്ന് എനിക്കറിയില്ല, ഞാനുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ അഡാപ്റ്റും, അതായത് റാൻഡമായിട്ട് കുറേ ട്യൂൺസ് പ്ലേ ചെയ്യും. അതിനനുസരിച്ച് ഡാൻസ് കളിക്കണം. മൃണാലിനി ഷാം ഓൺ ദ സ്റ്റേജ്
Then it was followed by Adra TJ, another classmate, student performed JW Pachavi in the sideway. So I can't post it. So, right? അത് കഴിഞ്ഞിട്ട് അത് ആർച്ചബി കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആർച്ചബി തീർത്തങ്ങാടി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഡിബേറ്റ് കോമ്പറ്റീഷൻ സ്റ്റേജ് 2 നടക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ സ്റ്റേജ് 1 സ്റ്റേജ് 2 അതിന് കൃഷ്ണൻ അനുഭവിപ്പിക്കൽ, പിന്നെ മഹിൻഷ, അരവിന്ദ്, പിന്നെ കുറച്ച് സീനിയേഴ്സ്, ജൂനിയേഴ്സ്, കോംബോ, ജയ്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ഇതായിരുന്നു. പിന്നെ ലൈറ്റ് മ്യൂസിക്, പൂജ, അപില, അതൊക്കെ. പിന്നെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ലൈറ്റ് മ്യൂസിക്കിൻ്റെ കുറച്ച് പോർഷൻസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജൂനിയേഴ്സും സീനിയേഴ്സും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ സിങ്ക്രോ ഡാൻസ് എന്ന് വെച്ചാൽ ഇടയിൽ ഒരു ബോൾ വെച്ചിരിക്കും, അതിൻ്റെ അപ്പുറം കളിക്കണം, മാപ്പിളപ്പാട്ട്. അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് മൈമിൻ്റെ ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുന്നത്. ബാനു പേടിച്ച് പോയിട്ടുണ്ട്. ഞാൻ ബാനുവിനെ കണ്ടുപിടിച്ചിരിക്കുന്നു. പിന്നെ ചുമ്മാ വീഡിയോ കാരണം കാണണമല്ലോ. അതാ മൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അഞ്ജലി എണീറ്റ് പോകുന്നു. നന്നായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഓരോ ടീമും നല്ല വ്യത്യസ്തമായ ടോപ്പിക്കുകൾ തന്നെയാണ് കൊണ്ടുവന്നത്. അതിനുശേഷം പ്രൈസ് അനൗൺസ് ചെയ്തു. അപ്പോൾ ബാനുവിനൊരു വാള് കിട്ടിയിട്ടുണ്ട്. അവളതുകൊണ്ട് നിൽക്കുകയാണ്. ബാനു പ്രോഗ്രാമിന് മുമ്പ്, മൈം സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് സ്റ്റിൽസ്. എൻ്റെ ശ്രീ അമ്മൂമ്മ വന്നു കഴിഞ്ഞു, കണ്ടു. അടുത്തത് ആഡിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ശ്രീ. എന്ത് കഷ്ടപ്പെട്ട ശ്രീ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതാ ഞാൻ ഇങ്ങനെ ചുറ്റൊരു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വേറെ റാൻഡമായിട്ട് കുറേ പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനുശ്രീ അതിന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യുന്നു. കഷ്ടപ്പെട്ട് അമ്മൂമ്മ വിത്ത് മോഡേൺ ഡാൻസ് അല്ലേ, ഐറ്റം ഡാൻസ്. കൊള്ളാമല്ലോ, നല്ല അമ്മൂമ്മ, മോസ്റ്റ് മോഡേൺ അമ്മൂമ്മയാണ് കേട്ടോ. അപ്പോൾ അത്
ആ സമയത്ത് അനുസരണ അതിനുശേഷം എന്താ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് മീ അരുൺ ശ്രീ ഫോട്ടോ, മൈ സിംഗിൾ ഫോട്ടോ. പിന്നെന്താ ഞങ്ങളുടെ മൈമിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറിയിരിക്കുന്നൊരു ഫോട്ടോ, അരുണഹ.